ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇതാണ്. അധിക്ഷേപ പരാമർശമാണ് ഗതാഗത മന്ത്രി CP ജോണിൽ നിന്നുമുണ്ടാവുന്നത്. പ്രിയദർശിനി ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു. എന്നാൽ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ ചേർക്കുകയാണ്. ഫീസില്ലാത്ത സ്വകാര്യ സ്കൂളിൽ പോലും മക്കളെ വിടില്ല. ബസ് വന്നാൽ പൈസ വേണ്ടാത്ത ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. അസുഖം വന്നാൽ സ്വകാര്യ ബസ്സിൽ പോകില്ലെന്നും പകരം സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുമെന്നുമാണ് മന്ത്രിയുടെ പരാമർശം. കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നു എന്നാണ് മന്ത്രി പറയുന്നത്. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിലാണ് മന്ത്രി വിവാദ പ്രസ്താവന നടത്തിയത്. ഗുരുതരമായി സംസ്ഥാനം ചർച്ച ചെയ്യേണ്ട വാക്കുകളാണ് മന്ത്രിയിൽ നിന്നും ഉണ്ടാവുന്നത്. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ് അല്ലേ? ഗവൺമെൻറ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെൻറ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ എവിടെ വിടുന്നത്? ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു അല്ലേ? എന്നാൽ ആശുപത്രിയുടെ കാര്യം വരുമ്പോഴോ? ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെൻറ് ആശുപത്രി അല്ലേ? ഈ മൂന്ന് കാര്യങ്ങൾ, പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം, ഈ മൂന്ന് കാര്യങ്ങളിൽ ഞാൻ ട്രേഡ് യൂണിയൻ ലീഡേഴ്സുള്ളതുകൊണ്ട് പറയുകയാണ്, കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. അസുഖം വന്നാൽ പ്രൈവറ്റ് ആശുപത്രി പോകാൻ പേടിയാണ്, കാരണം അവിടെ കൊടുക്കാൻ പൈസയില്ല. പക്ഷേ പ്രിയദർശിനി വന്നപ്പോൾ നിങ്ങളുടെ ബസ് വിട്ട് മറ്റ് പ്രിയദർശിനി കാത്തു നിന്ന് തിരക്കി ആളുകൾ പോകുന്നതിൻ്റെ കാരണം നിങ്ങളോടുള്ള വിരോധം കൊണ്ടോ എന്നോടുള്ള സ്നേഹം കൊണ്ടോ അല്ല, മറിച്ച് നമ്മുടെ നാട്ടിലെ കുടുംബിനികൾക്ക് കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണ് എന്ന യാഥാർത്ഥ്യമാണ് ഞങ്ങൾ പഠിക്കുന്നത്. യെസ്, എന്താണ് മന്ത്രി പറഞ്ഞത് വിശദമായി തന്നെ നോക്കാം. വിനോദ് ഉണ്ട്. വിനോദ്, മുഖ്യമന്ത്രി ഈ CP ജോൺ പറഞ്ഞ ഈ ഒരു പരാമർശം അത് എന്ത് പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞു വരുന്നത്? അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു പോർഷനാണ് നമ്മൾ പ്രേക്ഷകരെ കേൾപ്പിച്ചത്. അതിനു മുമ്പും അതിനുശേഷവുമായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാനത്തിൻ്റെ പൊതുഗതാഗതത്തെക്കുറിച്ച് പറയുമ്പോൾ സൗജന്യം കൊടുക്കുന്നു സർക്കാർ എന്നാണോ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ഇതിലൂടെ? ഇത് സൗജന്യം കൊടുക്കുന്നു എന്ന് പറയുക മാത്രമല്ല, സൗജന്യം കൊടുത്ത ശേഷം ജനങ്ങളെ ആക്ഷേപിക്കുന്ന തരത്തിലാണ് മന്ത്രിയുടെ വാക്കുകൾ. അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഈ നിങ്ങളുടെ ബസ്സുകൾ വരുമ്പോൾ പ്രിയദർശിനിയിലേക്ക് തള്ളിക്കയറുകയാണ് സ്ത്രീകൾ എന്ന് പറയുന്നു. എന്നാൽ അവരുടെ കുഞ്ഞുങ്ങളെ അവർ സ്വകാര്യ സ്കൂളിൽ ഫീസ് കൊടുക്കുന്ന സ്വകാര്യ സ്കൂളിലേക്ക് അയക്കുന്നു. അസുഖം വന്നാൽ സർക്കാർ ആശുപത്രിയിൽ പോയി കിടക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അവർ അങ്ങനെ സർക്കാർ ആശുപത്രിയിലേക്ക് പോകുന്നു, പ്രൈവറ്റ് ആശുപത്രിയിൽ പോകുന്നില്ല എന്ന തരത്തിലൊക്കെയാണ് മന്ത്രിയുടെ പരാമർശം. തീർത്തും അനുചിതമായ ഒരു പരാമർശമാണ്. ഒന്നാമത്തെ കാര്യം സജിത്ത്, ഇത് സർക്കാർ ഇപ്പോൾ നൽകുന്നത് ഒരു സൗജന്യമോ ഔദാര്യമോ ഒന്നുമല്ല. പൊതുഖജനാവിലെ പണമാണ്, അത് ജനങ്ങളുടെ പണമാണ്. അത് ഒരു അവകാശമായി ജനങ്ങൾക്ക് നൽകുന്നതാണ്, നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് നൽകുന്നതാണ്. ആ സ്ത്രീകളെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ തന്നെയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സ്റ്റഡി നടത്തുമ്പോൾ മനസ്സിലാകുന്നത് സ്ത്രീകളുടെ കയ്യിൽ പണമില്ല എന്ന കാര്യമാണ്. ഈ സൗജന്യം പ്രഖ്യാപിക്കുന്നത് സർക്കാരാണ്. ആദ്യം ഒരു ആനുകൂല്യം പ്രഖ്യാപിക്കുന്നു. സൗജന്യം എന്ന വാക്ക് സർക്കാരിൻ്റെ വാക്കാണ്, അത് നമ്മൾ ആവർത്തിക്കുന്നു. സർക്കാരിൻ്റെ വെർഷനിൽ തന്നെ പറഞ്ഞാൽ ഒരു സൗജന്യം അനുവദിക്കുകയാണ്, സൗജന്യ യാത്ര അനുവദിക്കുകയാണ്. എന്നാൽ ആ സൗജന്യ യാത്ര നൽകിയ ശേഷം നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ കയ്യിൽ പണമില്ല എന്ന് ഞങ്ങളിതാ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന ഒരു വലിയ പ്രഖ്യാപനം മന്ത്രി നടത്തുകയാണ്, CP ജോൺ നടത്തുകയാണ്. അദ്ദേഹം വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. പക്ഷേ ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ട പരാമർശമാണോ ഇതെന്ന കാര്യം ചോദ്യമാവുകയാണ്. വിമർശനങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ആശുപത്രി ചികിത്സാ ചിലവിൻ്റെ കാര്യം. ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിക്കാൻ പോയാൽ എത്രമാത്രം തുക അതിന് വേണ്ടി വരും എന്നത് അറിയാം. അതുകൊണ്ട് തന്നെയാണ് വലിയ രോഗങ്ങൾ വരുന്നവർക്കൊക്കെ ഇതേ സർക്കാരിൻ്റെ മുൻ സർക്കാരുണ്ട്, UDFൻ്റെ മുൻ സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി കാരുണ്യ ബെനവലൻ്റ് പദ്ധതി കൊണ്ടുവന്നിരുന്നു. അത് പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ്. ഈ ചികിത്സാ ചെലവ് ഗണ്യമായി ഉയർന്നത് കൊണ്ടാണ്, സ്വകാര്യ ആശുപത്രിയിൽ അടുക്കാൻ സാധാരണക്കാർക്ക് കഴിയാത്തത് കൊണ്ടാണ് അവർ പൊതുമേഖലയിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ആശുപത്രിയെ
ആശ്രയിക്കുന്നത്. നമുക്ക് പലപ്പോഴും പരിഹാസ രൂപേണയെങ്കിലും പറയും, നിങ്ങളൊക്കെ സർക്കാർ ആശുപത്രി കേസ് കെട്ടാണെന്നൊക്കെ ചില ആളുകളൊക്കെ കളിയാക്കാറുണ്ട്. ഈ പണക്കാർ പാവങ്ങളെ കളിയാക്കുന്ന ഒരു രീതിയുണ്ട്. അല്ലെങ്കിൽ തീർത്തും സാധാരണക്കാരനെ ആക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് സർക്കാർ ആശുപത്രി കേസ് കെട്ടുന്നത്. അതുപോലെ ആക്ഷേപം ചൊരിയുന്ന ഒരു വാക്കായിപ്പോയി മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അദ്ദേഹം ഇരിക്കുന്ന കസേരയ്ക്ക് യോജിച്ച ഒരു പരാമർശമല്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ്. അവരുടെ കുഞ്ഞുങ്ങളെ അവർ സ്വകാര്യ സ്കൂളുകളിൽ പഠിക്കാൻ വിടുന്നു എന്നതാണ്. സഹിത്ത് നമ്മുടെ വീടുകളിലും കുഞ്ഞുങ്ങളുള്ളതാണ്. കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കണമെന്ന് ഏതൊരു പാവപ്പെട്ടവനും ആഗ്രഹിക്കുന്നതാണ്. എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളെ നല്ല സ്കൂളുകളിൽ വിടാൻ ഏതൊരു അച്ഛനമ്മമാരും വിചാരിക്കും, അങ്ങനെ കരുതും, അവർ അങ്ങനെ അയക്കുകയും ചെയ്തും. അതിനുള്ള കാരണം ഒന്ന്, മുതിർന്നവർക്കുള്ള ചികിത്സ, അത് ചെറിയ ചികിത്സയാണെങ്കിലും മതി, സർക്കാർ ആശുപത്രിയിൽ പോയാൽ മതി എന്നുള്ള അവരുടെ തീരുമാനം. സർക്കാർ ഇങ്ങനെ ഒരു സൗജന്യ യാത്ര നൽകുമ്പോൾ ആ പണം കൂടി മിച്ചം വെച്ച് തങ്ങളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാം, അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ള മാതാപിതാക്കളുടെ ചിന്താഗതി, അത് മന്ത്രിക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണോ എന്നറിയില്ല. അദ്ദേഹത്തിന് വലിയ പ്രായമുള്ള മനുഷ്യനാണ്, എങ്കിലും ഈ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നത് ഏതൊരു മാതാപിതാവിൻ്റെയും വലിയ ആഗ്രഹമാണ്. സഹിത്ത് ശരി, വിനോദ് ഒന്ന് തുടരുക. പി കെ ശ്രീമതി, മുൻ ആരോഗ്യമന്ത്രി, CPM-ന്റെ മുതിർന്ന നേതാവ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീമതി പി കെ ശ്രീമതി, മന്ത്രി CP ജോൺ പറയുന്ന ഇതാണ്, സ്വകാര്യ സ്കൂളുകളിൽ പണം കൊടുത്ത് കുട്ടികളെ വിടാൻ തയ്യാറാണ്, പക്ഷേ എല്ലാവരും വന്ന് സൗജന്യ യാത്രയ്ക്ക് ഇങ്ങ് വരികയെന്നാണ്. അപ്പോൾ സർക്കാർ ഈ സൗജന്യ യാത്ര നടത്തിയതിൻ്റെ ഉദ്ദേശശുദ്ധി തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണോ? അതല്ലെങ്കിൽ സർക്കാർ എന്തോ സൗജന്യം കൊടുക്കുന്നു എന്നത് മന്ത്രി ഒരു അവകാശവാദമായി പറയാൻ ശ്രമിക്കുകയാണോ? എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? കഴിഞ്ഞ 2 മാസത്തിന് ഇടയിൽ തന്നെ നിരവധി അനവസരത്തിൽ അനൗചിത്യത്തോടുകൂടി ഒട്ടേറെ പ്രസ്താവനകൾ വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായി ഈ പ്രസ്താവന നമ്മൾ കാണണം. അങ്ങേയറ്റം തെറ്റാണ് നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി CP ജോണിന്റെ ഈ സ്റ്റേറ്റ്മെന്റ്. കാരണം രാഹുൽ ഗാന്ധി ആണല്ലോ കേരളത്തിൽ വന്നിട്ട് ഇത് പ്രഖ്യാപിച്ചത്. അത് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വലിയ കരഘോഷമൊക്കെ ഉണ്ടായല്ലോ. വന്ന ഉടനെ തന്നെ കേരളത്തിലെ സ്ത്രീകൾക്ക് എല്ലാവർക്കും, അത് ഏത് വ്യക്തി എന്നില്ല, എല്ലാവർക്കും ഞങ്ങള് സൗജന്യമായിട്ട് യാത്ര ഞങ്ങൾ നൽകുകയാണ്. ശരി, എല്ലാവരും സ്വാഗതം ചെയ്തു, ഞങ്ങളൊക്കെ സ്വാഗതം ചെയ്തു. പക്ഷെ ഇപ്പോ അദ്ദേഹത്തിന്റെ പ്രസ്താവന കേൾക്കുമ്പോ നമുക്ക് ഊഹിക്കാൻ, നമുക്ക് തോന്നുന്നത്, മനസ്സിൽ തോന്നുന്നത് ക്രമേണ ഇത് ഇല്ലാതാക്കാനുള്ള വല്ല വിദ്യയാണോ? അതല്ലെങ്കിൽ പിന്നെ ഇത്രമാത്രം അവഹേളനാപരമായിട്ട് സ്ത്രീകളെ തരംതിരിക്കേണ്ട കാര്യമില്ല ഇതില്. സ്ത്രീ ആണോ എന്നേ നോക്കണ്ടോ. സ്ത്രീ ആണെങ്കിൽ അവർക്ക് അത് അവകാശപ്പെട്ട് കഴിഞ്ഞതാണ്. കേരളത്തിലെ ഗവൺമെന്റ് പ്രഖ്യാപിച്ച് അതിന്റെ തീരുമാനം എടുത്ത് അതിന് പണവും മാറ്റിവെച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിലെ സ്ത്രീകളുടെ അവകാശമായി മാറിക്കഴിഞ്ഞു. ഈ അവകാശം നിഷേധിക്കപ്പെടുകയോ ചോദ്യം ചെയ്യപ്പെടുകയോ ഒക്കെ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും അംഗീകരിക്കാൻ നമുക്ക് കഴിയുന്നതല്ല. അദ്ദേഹം ഈ ഒരു പരാമർശം പിൻവലിക്കുക തന്നെ വേണം. ആര് എവിടെ പോകുന്നു അത് അവരുടെ അവകാശം. സർക്കാർ സ്കൂളിൽ പോകുന്നോ അല്ല പ്രൈവറ്റ് സ്കൂളിൽ പോകുന്നോ, നമ്മൾ ഈ പറയുന്ന അവകാശവാദം പറയുന്നവർ തന്നെ അവരുടെ കുട്ടികളെ എങ്ങോട്ടേക്കാണ് അയക്കുന്നത്, അവരുടെ വീട്ടിലെ ബന്ധുക്കളെ എങ്ങോട്ടേക്കാണ് അയക്കുന്നത് എന്നൊക്കെ നമ്മൾ ചോദിക്കണം. തീർച്ചയായിട്ടും ന്യായമായ അത്തരം ചോദ്യത്തിന് മുൻപിൽ ഇവർക്കൊക്കെ ഉത്തരം കിട്ടൂല. അപ്പോ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു പരാമർശം ശരിയല്ല. അത് സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ CP ജോൺ ഇത് പിൻവലിക്കണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.